നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഇത് കിട്ടണം, വെള്ളം കോരിയതും വിറക് വെട്ടിയതുമൊക്കെ വെറുതെ. ഒടുവിലിത സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പിണറായി വിജയനെ എടുത്ത് കിണറ്റിലിട്ടു. CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും EK വിഭാഗം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുന്നു സുപ്രഭാതം. CPIM പൂർണ്ണമായി ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് സുപ്രഭാതം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന ഇടതുപക്ഷത്തിനെതിരാണ്. സർക്കാരും CPM-ഉം എടുത്ത ജനവിരുദ്ധ നിലപാട് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്ന് സുപ്രഭാതം തുറന്നടിക്കുന്നു. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും ഒക്കെ വക്താക്കളായി CPM നേതാക്കൾ നിറഞ്ഞാടി. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞ നിലയിൽ. എന്നിട്ടും ഭരണകൂടം അനങ്ങിയില്ല. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ടു. തുടർഭരണം നൽകിയ അധികാരധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്നകറ്റി. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷത. സുപ്രഭാതം ഇടതനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ CPM-നെയും പിണറായി വിജയനെയും ഒക്കെ ചവിട്ടിക്കൂട്ടുന്നത്. കഴിഞ്ഞ കുറെ കാലമായി സമസ്ത വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള തത്രപ്പാടിലായിരുന്നു പിണറായി വിജയനും കൂട്ടരും. മുൻപ് CAA വിഷയത്തിലും തുടർന്ന് പലസ്തീൻ വിഷയത്തിലുമൊക്കെ സെമിനാറും റാലിയും CPM സംഘടിപ്പിച്ചപ്പോൾ അവിടേക്ക് സമസ്തയെ വിളിപ്പിച്ചു വരുത്തി. സമസ്തയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന CPM-നെ പൂർണ്ണമായും ചവിട്ടിത്താഴ്ത്തിയാണ് ഇപ്പോൾ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. മറ്റു മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പച്ചയ്ക്ക് പിണറായി വിജയന്റെ ധാർഷ്ട്യം പോലും എടുത്തു പറയുകയാണ് സുപ്രഭാതം. ഈ തുടർഭരണം പ്രാദേശിക നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്ന് അകറ്റി എന്നും സുപ്രഭാതം വ്യക്തമായി എഴുതുന്നു. ജനമനസ്സുകളിൽ നിന്ന് എന്തുകൊണ്ട് CPM പിഴുതെറിയപ്പെട്ടു എന്നത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് സുപ്രഭാതം തിരിച്ചടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് സുപ്രഭാതം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്? കഴിഞ്ഞ കുറെ കാലമായി സമസ്തയിൽ രണ്ട് വിഭാഗം നേതാക്കൾ പരസ്പരം പോർ വിളിച്ചിരുന്നു. ഒരു വിഭാഗം ലീഗിനോട് ചായ്വുള്ളവർ, മറുവിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാർ. ഇവർക്കിടയിൽ സമസ്ത ശരിദൂരം സ്വീകരിക്കുമെന്നായിരുന്നു പൊതുവെ കണക്കാക്കപ്പെട്ടത്. എന്നാൽ പിണറായി വിജയന്റെ തുടർഭരണം ജനവിരുദ്ധമാണ് എന്ന് സമസ്തയും തിരിച്ചറിയുന്നു. അധികകാലം ഈ സർക്കാർ ഇതുപോലെ മുന്നോട്ട് പോകില്ല. വരുന്ന സർക്കാർ ഒരുപക്ഷെ UDF-ന്റേതാകും എന്ന് കണക്കുകൂട്ടുകയാണിവിടെ സമസ്തയും സുപ്രഭാതവുമൊക്കെ. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കുക മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് സമസ്തയ്ക്ക് തിരിച്ചറിവുണ്ട്. മുസ്ലിം ലീഗിനോട് കൂടുതൽ ചായ്വ് പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ സുപ്രഭാതം. 2021 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരുമൊക്കെ പയറ്റിയത് മുസ്ലിം സമുദായ പ്രീണനം. ഈ മുസ്ലിം സമുദായ പ്രീണനം അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. എന്നാൽ സമുദായ പ്രീണനം കൊണ്ട് സമസ്തയെ പാട്ടിലാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ സമസ്ത തങ്ങളുടെ പ്രതികരണത്തിലൂടെ നടത്തിയത്. CPM-നെയും പിണറായി വിജയനെയും ഒന്നും അവർക്കൊട്ടും വിശ്വാസമില്ല. സീറ്റ് നില മെച്ചപ്പെടുത്താനാവാത്തതിലേറെ വോട്ട് നില കുറഞ്ഞതാണ് CPM-നെ ആശങ്കയിലാഴ്ത്തിയത് എന്ന് സുപ്രഭാതം മുഖപത്രം. എന്നാൽ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കും എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കാണാം എന്നും സുപ്രഭാതം പറഞ്ഞു വയ്ക്കുന്നു. 2019 സമാന വിധി ഉണ്ടായപ്പോൾ എൻ്റെ ശൈലിയാണ്, അതിൽ മാറ്റമുണ്ടാകില്ല എന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. എന്നാൽ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നു തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്ന്. ഇത് സ്വാഗതാർഹമെന്ന് സുപ്രഭാതം. CPM കോഴിക്കോട് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ അന്ന് CPM-നൊപ്പം തോളോട് തോൾ ചേർന്ന് സമസ്ത നിന്നിരുന്നു. അതിൻ്റെ പേരിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് CPM-ന് നേർക്കുയർന്നത്. ഒരു വശത്ത് മുസ്ലിം പ്രീണനം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ CPM ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് കേരളത്തിൽ. CPM നേതാവ് ഉയർത്തിവിട്ട തട്ടവിവാദം ഇടക്കാലത്ത് ലീഗ് സമസ്ത തർക്കത്തിന് കാരണമായി. തുടർന്ന് സമസ്തയെ തങ്ങളുടെ ചേരിയിലേക്ക് ആകർഷിക്കാം എന്ന് CPM കണക്കുകൂട്ടി. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ മധ്യസ്ഥ റോളിൽ ഇടപെട്ട് പരിഹരിച്ചത് അക്കാലത്ത് PK കുഞ്ഞാലിക്കുട്ടി. സമസ്തയ്ക്കെതിരെ ലീഗിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ സലാം അധിക്ഷേപിച്ചത് വലിയ വാർത്താ പ്രാധാന്യം കൈവരുന്നു. കഴിഞ്ഞ കുറെ കാലമായി നിലനിന്നിരുന്ന സമസ്ത ലീഗ് വിവാദങ്ങൾ ഇടയ്ക്കൊന്ന് തണുത്തു. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ സമസ്തയിൽ കടന്നുകൂടി ആ വോട്ട് ബാങ്ക് സ്വന്തമാക്കാമെന്നായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ. ഇതുവരെ അവർ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി നടത്തിയ
പദ്ധതികൾ ഒന്നാകെ പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. സമസ്ത മാത്രമല്ല ഇപ്പോൾ CPM-നെയും പിണറായി വിജയനെയും ഒക്കെ കൈവിട്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ CPM-നെ തിരുത്താൻ എന്ന ഉദ്ദേശത്തിൽ പല ലേഖനങ്ങളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. CPM-നെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നത് സംബന്ധിച്ച് ചൂടുപിടിച്ച ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നത്. ചിലർ നെടുനീളൻ ലേഖനങ്ങളാണ് സൈബറിടങ്ങളിൽ കുറിച്ചുവിടുന്നത്. പിണറായി വിജയനെ പച്ചത്തെറി വിളിക്കുന്ന നിരവധി ഓഡിയോ ശബ്ദങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതുകൊണ്ട് തന്നെ CPM-നെയും LDF-നെയും ഒക്കെ പ്രതിരോധിക്കാൻ EP ജയരാജൻ ഇറങ്ങിപ്പുറപ്പെട്ടു. സർക്കാരിനെതിരെ പോസ്റ്റിടുന്നവർ പാർട്ടി സഖാക്കളല്ല, മുഖ്യമന്ത്രിയെ വിമർശിച്ച് പോസ്റ്റിടുന്നവർ മാർക്സിസ്റ്റ് വിരുദ്ധരാണ് എന്ന് EP സഖാവ് അടിച്ചു. CPM-നുള്ളിൽ ആർക്കും ആരെയും ഭയമില്ല, വിമർശിക്കാൻ ഭയക്കേണ്ട കാര്യമില്ല. EMS-നെയും VS അച്യുതാനന്ദനെയും വരെ പാർട്ടിയിൽ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായ വിമർശനമുണ്ടാകുമെന്നാണ് EP പറയുന്നത്. എന്നാൽ EP-യുടെ വാക്കുകേട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായിയെ വിമർശിക്കാനൊന്നും ഒരുത്തരുടെയും നാവുയരില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ LDF-ന് 100 സീറ്റ് തന്നെ ലഭിക്കുമെന്നൊക്കെ EP ജയരാജൻ തട്ടിവിടുന്നുണ്ട്. ഇത് പിണറായി വിജയനെ ട്രോളുകയാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു. CPM-നുള്ളിൽ ഒരു പൊട്ടിത്തെറിയുടെ അലയൊലികൾ കേൾക്കുന്നു എന്ന് വ്യക്തം. എന്നാൽ പിണറായി വിജയനെതിരെ ചൂണ്ടുവിരലുയർത്താൻ ശക്തിയുള്ളവർ ആരുണ്ട് ആ പാർട്ടിയിൽ? അവിടെയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ പിണറായി വിജയനെയും CPM-നെയും ഒക്കെ വലിച്ചെറിയുന്നത്. ഇന്നലെ വരെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയായി നടന്നവർ ഇനി ജനങ്ങളുടെ കാലിൽ പിടിക്കേണ്ട ഗതികേട്. പ്രത്യേകിച്ച് സമുദായ സംഘടനകളുടെ പിന്നാലെ ഇനിയുള്ള നാളുകളിൽ പിണറായി വിജയൻ ഇങ്ങനെ അലയും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.